2026 വർഷഫലം. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ 2026 അവർക്ക് 6-ാം ഭാവത്തിലായിരുന്നു വ്യാഴം വന്ന് നിൽക്കുന്നത്. ആ വ്യാഴം നമുക്ക് ഈ ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം നമുക്ക് ആ വ്യാഴം കർക്കിടക രാശിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കർക്കിടകത്തിലേക്ക് വ്യാഴം നിൽക്കുന്ന ഏറ്റവും നല്ല ഭാവമാണ്. 7-ാം ഭാവമാണ്, നമ്മുടെ നിവർത്തി സ്ഥാനമാണ്. അപ്പോൾ അവിടെ കർക്കിടകത്തിൽ വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുമ്പോൾ മകരം രാശിയായിട്ടുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. അവർക്ക് ആ 3-ലെ ശനീശ്വരനും നല്ലതാണ് അവിടെ. അപ്പോൾ ശനി 3-ൽ നിന്നിട്ട് ഇത്ര നാൾ വ്യാഴം 6-ൽ നിൽക്കുമ്പോൾ നമുക്ക് ഇത്തിരി നമ്മുടെ സാമ്പത്തികമായ പുരോഗതികളൊക്കെ ഇത്തിരി മന്ദഗതിയിലായിരുന്നു എങ്കിലും ഈ ജൂൺ മാസം മുതൽ ഏറ്റവും നല്ല ഫലങ്ങളിലേക്കാണ് പോവുക. അപ്പോൾ 2 ശനിയും വ്യാഴവും അവിടെ നന്നായിട്ട് പ്രവർത്തിക്കും. പിന്നെ നമ്മൾ കർമ്മത്തെ എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിലും പറയുന്നത് കർമ്മത്തെ നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർമ്മത്തിൽ കുറേ നാളിപ്പോൾ എൻ്റെ അടുത്ത് നോക്കാൻ വരുന്നവരായാലും പറയാം, ഞങ്ങൾ കുറേ അധികം നോക്കിയിട്ടും ശരിയാവുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഫലങ്ങളാണ് ഇപ്പോൾ നമുക്ക് വരിക ഈ ജൂൺ മാസത്തിൽ. എന്നുവെച്ചാൽ കുറേ അധികം വർക്ക് ചെയ്യുമ്പോഴും ശനീശ്വരൻ നമ്മളെ ശ്രദ്ധിക്കും, എത്രമാത്രം നമ്മൾ കർമ്മം ചെയ്യുന്നു. ഇപ്പോൾ ശനിയുടെ അപഹാരമൊക്കെ ഉള്ളവരാണ്, അല്ലെങ്കിൽ ശനിയുടെ ദശയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. ശനി ന്യായാധിപനാണ് അവിടെ. അപ്പോൾ ആ ന്യായം ആൾ നോക്കും. നമ്മളെ എന്തൊരു ചെറിയ കർമ്മമാണെങ്കിലും വലിയ കർമ്മമാണെങ്കിലും അത് സത്യസന്ധമായിട്ടാണോ ചെയ്യുന്നത് എന്ന് നോക്കും. ശനിക്ക് എപ്പോഴും സത്യസന്ധത അവിടെ ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നന്നായിട്ട് സത്യമായിട്ട് ചെറിയ ജോലിയാണെങ്കിലും അത് കൃത്യനിഷ്ഠമായിട്ട് ചെയ്യുക. അതിനൊരു നന്നായിട്ട് അതിനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ ശനി തരുന്ന ഫലങ്ങൾ ഏറ്റവും നല്ല ഫലമാണ് കിട്ടുക. നമ്മളെപ്പോഴും നമുക്ക് അലസത ഉണ്ടാക്കും, അതും ശനിയുടെ ഒരു സ്വഭാവമാണ്. ആ അലസതയൊക്കെ മറന്നുകൊണ്ട് നമ്മൾ ജോലിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ രോഗങ്ങൾ ഉണ്ടാവാം, മെഡിസിൻ എടുക്കണം, എന്നിട്ട് നമുക്ക് ജോലിക്ക് പോകണം, എന്നിട്ട് വീണ്ടും വന്ന് നമ്മുടെ വീട്ടിലെ വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ഇങ്ങനെയൊക്കെ തന്നെയാണ് ശനി നമ്മളെ പരീക്ഷിക്കുക. അങ്ങനെ ആ പരീക്ഷണത്തിൻ്റേതായിട്ടുള്ള കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമുക്ക് നല്ല ഫലമാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ലൊരു സമയം തന്നെയാണ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. ആ വ്യാഴം അവിടെ ഉച്ചസ്ഥനായിട്ടാണ് വരുന്നത്. നമ്മൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തു, അതിൻ്റെയൊക്കെ ഫലം നമുക്കിവിടെ കിട്ടും. നമ്മുടെ ശനിയൊക്കെ കഴിഞ്ഞ് തിരുവോണ നക്ഷത്രക്കാർക്കൊക്കെ ഇപ്പോൾ ഒരു നല്ലൊരു ഫലത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ആ ശനിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഫലത്തിൻ്റെയും എല്ലാ കർമ്മങ്ങളും ഏറ്റവും നല്ല രീതിയിലേക്ക് വരാനായിട്ട് സാധിക്കും. ഇപ്പോൾ വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിലും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും അമ്മമാരാണെങ്കിലും ഒക്കെ ഈ തിരുവോണ നക്ഷത്രക്കാർ നന്നായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് എന്താ പറയുക, വിളക്കുമാല പായസമൊക്കെ കൊടുക്കുക, ദേവിയെ നന്നായിട്ട് ആരാധിക്കുക. എന്നുവെച്ചാൽ അഷ്ടമത്തിൽ കേതു നിൽക്കുന്നുണ്ട് ഇവർക്ക്. ആ അഷ്ടമത്തിലെ കേതു ഉള്ളത് കൊണ്ട് നമുക്ക് വയസ്സായവരൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ ചെറുപ്പമായാലും നമുക്ക് വീഴ്ചകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ആ കേതുവിനെ നന്നായിട്ടാണ് ചുവയെ ഭജിക്കാൻ പറയുന്നത്. അതായത് ദേവീക്ഷേത്രത്തിൽ പോവാം. പിന്നെ 2-ൽ രാഹു ഉണ്ട്. ആ രാഹു നമുക്ക് വാക്കുകളെ വളരെ സൂക്ഷിച്ച് ഒക്കെ നോക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി അഹങ്കാരം വരുന്നൊരു സമയം കൂടിയാണ്. 3-ലെ ശനിയല്ലേ, ആ ശനിയുടെ രാശി തന്നെയാണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാതും വന്നു എന്നൊക്കെ ഒരു തോന്നൽ വരുത്തും. അപ്പോൾ ആ അഹങ്കാരത്തെയൊക്കെ കുറച്ച് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു സമയമാണ്. വാക്കുകളെ വളരെ ശ്രദ്ധിക്കുക, കർമ്മത്തിൽ നന്നായിട്ട് വർക്ക് കൂട്ടുക. ഇതാണ് എപ്പോഴും ചെയ്യേണ്ട കാര്യം. കർമ്മത്തിൽ ലാഭനഷ്ടങ്ങളല്ല, ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഏറ്റവും ഗുണം നമുക്ക് ഈ ജൂൺ മാസത്തോടു കൂടി വരുന്നതാണ്.